student scholars. It's for BPL. വളരെ സന്തോഷമുണ്ട് മസ്കറ്റിലേക്ക് വെൽക്കം. ഞങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എൽത്തുമിഷ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും അറിയാം. യൂട്യൂബിലൂടെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ പുള്ളി മസ്കറ്റിലെത്തിയിരിക്കുകയാണ്. അപ്പോ എന്റെ ഒരു ചെറിയ പുസ്തകം ഞാൻ നിസാറിന് കൊടുക്കുകയാണ്. ഞാൻ വായിച്ചിട്ട് അഭിപ്രായം. നിസാർ എൻജോയ് ഒമാൻ. താങ്ക് യു. ശ്രീ CM നജീബ് സാർ പ്രിയപ്പെട്ട സദാനന്ദേട്ടന് നൽകി പ്രകാശനം നടത്തുന്നു. ഇന്ത്യൻ ഇലക്ട്രോണിക്സ് കമ്പനിയായ BPLന്റെ 3 സ്ഥാപകരുടെ പ്രചോദനമായ യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് ഇതിന്റെ ആമുഖം. രാജേട്ടന് മലയാളം ഒമാം ചാപ്റ്ററിന്റെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നൽകുന്നു. എനിക്കൊന്ന് 12-13 വർഷമായിട്ട് അറിയാം. അജയന്റെ വീട്ടില് ചേച്ചിയും വളരെയധികം സ്നേഹം തന്നിട്ടുണ്ട്. അപ്പോ അജയൻ പൊയ്യാരൊക്കെ ഈ പുസ്തകം നൽകാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഒരുപാട് പേര് പ്രോമിസ് ചെയ്തു. പിന്നെ ഞങ്ങൾ ചിലപ്പോൾ ഒരു 200-300 ആളെ എത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്തായാലും നിങ്ങളെല്ലാം എത്തിയവർക്ക് എന്റെ പ്രത്യേക സ്നേഹം. മലയാള ഒമാൻ ചാപ്റ്ററായിട്ട് ഞാൻ ഒരുപാട് നാളുടെ ബന്ധമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് മണമുള്ള മണലെഴുത്ത് എന്ന ഒരു മലയാള പുസ്തകം ഇറക്കി. 70 പേര് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് 70 എഴുത്തുകാരെ, ഈവൻ പ്രകാശ് നായർ ഇവിടെ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് എഴുതിയ ആ പുസ്തകത്തിൽ. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയപ്പോൾ അത് ഏറ്റവും നല്ല ഉചിതമായ സ്ഥലം മലയാളം. വളരെ സന്തോഷമുണ്ട് മസ്കറ്റിലേക്ക് വെൽക്കം. ഞങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എൽത്തുമിഷ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും അറിയാം. യൂട്യൂബിലൂടെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ പുള്ളി മസ്കറ്റിലെത്തിയിരിക്കുകയാണ്. അപ്പോ എന്റെ ഒരു ചെറിയ പുസ്തകം ഞാൻ നിസാറിന് കൊടുക്കുകയാണ്. ഞാൻ വായിച്ചിട്ട് അഭിപ്രായം. നിസാർ എൻജോയ് ഒമാൻ. താങ്ക് യു.